ഹായ് ഫ്രണ്ട്സ്, എക്സിറ്റ് പോൾ പ്രകാരം മോദി സർക്കാർ വീണ്ടും അധികാരത്തിൽ വരുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ കേരളത്തിൽ 3-4 അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യാൻ BJPക്ക് സാധിക്കും എന്നും പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു BJPക്കാർ വരെ ഒരു പക്ഷെ ഞെട്ടിയിട്ടുണ്ടാവും 3-4 അക്കൗണ്ടൊക്കെ കേരളത്തിൽ ഓപ്പൺ ചെയ്യുക എന്നൊക്കെ കേൾക്കുമ്പോൾ. അപ്പോൾ അവർ ചിലർ പറയുന്നുണ്ട് 3-4 അക്കൗണ്ടിലെങ്കിലും 1-2 അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യാൻ പറ്റും കേരളത്തിൽ, അങ്ങനെയൊക്കെ പറയുന്നു. അപ്പോൾ സർവേ ഫലം വന്നതിൻ്റെ പ്രകാരം മോദി സർക്കാരാണ് വീണ്ടും അധികാരത്തിൽ വരുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിരുന്നാലും DB ന്യൂസ് ലൈവില് അവരുടെ ഒരു സർവേ ഫലം വെച്ചിട്ട് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ 2 ദിവസം കൂടി ഉള്ളൂ നമുക്ക് ശരിക്കുമുള്ള ഫലം അറിയാനായിട്ട്. എന്നിരുന്നാലും ആ 2 ദിവസമെങ്കിൽ 2 ദിവസം നമുക്ക് ഈ DB ന്യൂസിൻ്റെ ഒരു ഫലം അതെനിക്ക് തോന്നുന്നു അധികം ആരും അങ്ങ് ശ്രദ്ധിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. എല്ലാവരും ഇപ്പോൾ ഈ കുറേ വാർത്തകളിലൊക്കെ വരുന്ന, അതായത് എക്സിറ്റ് പോൾ എല്ലാം വെച്ചിട്ട് മോദി സർക്കാർ തന്നെയാണ് അധികാരത്തിൽ വരുന്നതെന്ന് പറയുമ്പോൾ DB ന്യൂസിൻ്റെ സർവേ ഫലം വെച്ച് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമെന്നാണ് പറയുന്നത്. ഇന്ത്യ മുന്നണി 260-290 സീറ്റുകളും, അതുപോലെ NDA 215-245 സീറ്റുകളും, മറ്റുള്ളവർ 28-48 സീറ്റുകളും ആണ് അവരുടെ ഒരു സർവേ ഫലം വെച്ചിട്ട് പറയുന്നത്. അപ്പോൾ നമുക്കത് നോക്കാം ഓരോ സ്ഥലത്ത് എങ്ങനെയാണെന്നുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ കേരളത്തിൽ നമ്മുടെ അല്ലാത്ത എക്സിറ്റ് പോൾ വെച്ചിട്ട് കേരളത്തിൽ BJPക്ക് 3-4 അക്കൗണ്ടുകൾ കിട്ടും. അതുപോലെ UDFൻ്റെ ഇത് പറയുന്ന LDFന് ചിലപ്പോൾ 0-2 എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പല എക്സിറ്റ് പോളുകളും വരുന്നുണ്ട്. DB ന്യൂസിൻ്റെ സർവേ ഫലം വെച്ച് കേരളത്തിൽ പറയുന്നത് BJPക്ക് 0-0, BJPക്ക് ഒന്നും കിട്ടില്ല. അതുപോലെ UDFന് പറയുന്നത് 16-18 സീറ്റുകളും, LDFന് 2-3 സീറ്റുകൾ. അത് നമുക്കൊരു സാധ്യതയുള്ളൊരു ഫലം തന്നെയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ തമിഴ്നാടിന്റെ പറയുമ്പോൾ NDA 0-1, ഇന്ത്യ സഖ്യം 37-39, AIADMK 0-1 സീറ്റുകളാണ് തമിഴ്നാട്ടിൽ പറയുന്നത്. അതുപോലെ ഉത്തർപ്രദേശിൽ പറയുന്ന സീറ്റ് NDA 46-48, ഇന്ത്യ സഖ്യം 32-34, BSP 0-0. ഡൽഹിയിൽ വരുമ്പോൾ NDA 2-4, ഇന്ത്യ സഖ്യം 3-5, മറ്റുള്ളവർ 0 എന്നിങ്ങനെയാണ് പറയുന്നത്. അതുപോലെ തന്നെ മധ്യപ്രദേശ് വരുമ്പോൾ NDA 24-26, ഇന്ത്യ സഖ്യം 3-5, മറ്റുള്ളവർ 0. മഹാരാഷ്ട്രയിൽ NDA 18-20, ഇന്ത്യ സഖ്യം 28-30, മറ്റുള്ളവർ 0. ആന്ധ്രാപ്രദേശിൽ YSRCP 15-17, TDP 7-9, കോൺഗ്രസ് 0-2. ബീഹാറിൽ NDA 14-16, ഇന്ത്യ സഖ്യം 24-26, മറ്റുള്ളവർ 0. കർണാടക NDA 8-0, ഇന്ത്യ സഖ്യം 18-20, മറ്റുള്ളവർ 0. തെലങ്കാന കോൺഗ്രസ് 10-12, BRS 0-2, BJP 3-5, മറ്റുള്ളവർ 0. ഗുജറാത്ത് NDA 23-25, ഇന്ത്യ സഖ്യം 1-3. രാജസ്ഥാൻ NDA 17-19, ഇന്ത്യ സഖ്യം 6-8, മറ്റുള്ളവർ 0. ജാർഖണ്ഡ് NDA 6-8, ഇന്ത്യ സഖ്യം 6-8, മറ്റുള്ളവർ 0. ഛത്തീസ്ഗഡ് NDA 6-8, ഇന്ത്യ സഖ്യം 35, മറ്റുള്ളവർ 0. ഹരിയാന NDA 2-4, ഇന്ത്യ സഖ്യം 6-8, മറ്റുള്ളവർ 0. ഉത്തരാഖണ്ഡ് NDA 3-5, ഇന്ത്യ സഖ്യം 0-2, മറ്റുള്ളവർ 0. പശ്ചിമ ബംഗാൾ TMC 26-28, BJP 11-13, കോൺഗ്രസ് 2-4, മറ്റുള്ളവർ 0. അസം NDA 8-10, ഇന്ത്യ സഖ്യം 3-5, മറ്റുള്ളവർ 0-2. ഒഡീഷ BJD 12-14, BJP 6-8, കോൺഗ്രസ് 0-2. പഞ്ചാബ് ആം ആദ്മി പാർട്ടി 6-8, കോൺഗ്രസ് 5-7, ശിരോമണി അകാലിദൾ 0-0, BJP 0-0. ജമ്മു കാശ്മീർ NDA 0-2, ഇന്ത്യ സഖ്യം 3-5, മറ്റുള്ളവർ 0. ഹിമാചൽ പ്രദേശ് NDA 1-3, ഇന്ത്യ സഖ്യം 1-4, മറ്റുള്ളവർ 0. ഗോവ NDA 0-2, ഇന്ത്യ സഖ്യം 0-2, മറ്റുള്ളവർ 0. അതുപോലെ ത്രിപുരയിലേക്ക് വരുമ്പോൾ
NDA 0-2, ഇന്ത്യ സഖ്യം 0-2, മറ്റുള്ളവർ 0. മേഘാലയ NDA 0-0, ഇന്ത്യ സഖ്യം 0-2. മണിപ്പൂരിലേക്ക് വരുമ്പോൾ NDA 0-2, അതുപോലെ ഇന്ത്യ സഖ്യം 0-2 എന്ന നിലയിലാണ്. അപ്പോൾ ഈ ഒരു ന്യൂസ്, ഈ ഒരു DB ന്യൂസിന്റെ ഒരു സർവേ പ്രകാരം ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമെന്നാണ് പറയുന്നത്. എന്താണെങ്കിലും നമുക്ക് 2 ദിവസം കൂടി ഉണ്ട് ആശ്വസിക്കാൻ. 2 ദിവസം കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് റിസൾട്ട് വരും. അപ്പോൾ എല്ലാ എക്സിറ്റുകളും മോദി സർക്കാർ തന്നെ അധികാരത്തിൽ വരുമെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും വീണ്ടും നമ്മളിനി മോദി സർക്കാരിന്റെ ആ ഒരു ഭരണം, ഇത്രയും വർഷം നമ്മളെ ഭരിച്ചതാണ്, നമ്മൾ ആ ഭരണം കണ്ടതാണ്. കുറെ ആൾക്കാർക്ക് അതിൽ സന്തോഷമുണ്ട്, കുറെ ആൾക്കാർ അതിൽ വിഷമിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഇത് കുറ്റപ്പെടുത്തിയൊക്കെ ഇങ്ങനെ ജീവിച്ചു പോകുന്നുണ്ട്. അപ്പൊ വീണ്ടും മോദി സർക്കാർ തന്നെയാണ് അധികാരത്തിൽ വരുന്നത്. താമര വീണ്ടും വിരിയുമോ? ഇതൊക്കെ ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. എന്താണെങ്കിലും ഈ ഒരു ഫലത്തിൽ എനിക്കൊരു വിശ്വാസമുള്ളതുപോലെ തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഈ 2 ദിവസം കൂടി നമുക്ക് ഈ ഒരു ഫലം വിശ്വസിക്കാം. അറിയില്ല എന്താകുമെന്ന്. മറ്റുള്ള എക്സിറ്റ് പ്രകാരം വീണ്ടും മോദി സർക്കാർ വരുമോ, അല്ലെങ്കിൽ ഈ DB ന്യൂസ് പ്രകാരമുള്ള ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമോ എന്ന് നമുക്ക് 2 ദിവസത്തിനുള്ളിൽ തന്നെ കണ്ടറിയാം. അതുപോലെ നിങ്ങൾക്കും കമന്റ്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. പുതിയ മാറ്റങ്ങളും ഒക്കെ കൊണ്ടുവരട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ എന്താണ് ഫലം എന്നറിയില്ല. തീർച്ചയായിട്ടും ഈ ഒരു വാർത്ത, ഈ ഒരു എക്സിറ്റ് പോൾ അധികം ആരും അങ്ങ് പറഞ്ഞിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും കാരണം നമ്മളിപ്പോൾ റിപ്പോർട്ട് ഓരോ ചാനലുകളൊക്കെ വെച്ച് നോക്കുമ്പോഴും മോദി സർക്കാർ തന്നെ അധികാരത്തിൽ വരുന്നു, കേരളത്തിൽ BJPക്ക് ഇത്ര സീറ്റ് കിട്ടുന്നു എന്നൊക്കെ പറയുമ്പോൾ ആന്റണിയൊക്കെ എനിക്കറിയില്ല, എനിക്ക് ശരി വരുന്നു. കേരളത്തിൽ 4-5 അക്കൗണ്ടുകളൊക്കെ BJP തുറക്കുക എന്ന് പറയുന്നത്, അത് കേരളത്തിനെ കുറിച്ച് പറയുമ്പോഴാണ് എനിക്ക് തോന്നുന്നില്ല അതൊക്കെ നടക്കുമെന്ന്. ഇത്ര അക്കൗണ്ടുകൾ ഏത് അക്കൗണ്ടാണ് അവർ ഓപ്പൺ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. എന്താണെങ്കിലും നമുക്ക് വരും ദിവസങ്ങളിലെ റിസൾട്ട് 2 ദിവസം കൂടി വെയിറ്റ് ചെയ്ത് നമുക്ക് റിസൾട്ടൊക്കെ നോക്കാം. ഏത് അക്കൗണ്ടാണ് തുറക്കാൻ പോകുന്നത്, ആരാണ് അക്കൗണ്ട് തുറക്കാൻ പോകുന്നത്, ആരാണ് അധികാരത്തിൽ വരുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം. എന്തായാലും നിങ്ങൾക്കും പല കമന്റ്സുകളും കാര്യങ്ങളും ഉണ്ടാകും. തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യുക. അതുപോലെ കേരളത്തിൽ എന്തായാലും 4 അക്കൗണ്ട് 3 അക്കൗണ്ടൊന്നും BJP തുറക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അറിയില്ല. അതായത് വോട്ടിങ് എല്ലാം സത്യസന്ധമായ രീതിയിലാണ് നടന്നത് എങ്കിൽ തീർച്ചയായിട്ടും BJP കേരളത്തിൽ 3-4 അക്കൗണ്ടൊന്നും തുറക്കാൻ സാധ്യത വളരെ കുറവ് തന്നെയാണ്. അത് നല്ല ഉറപ്പിച്ചു പറയാം. എന്താണെങ്കിലും 2 ദിവസം കൂടി കഴിയുമ്പോൾ നമുക്ക് റിസൾട്ട് വരും. നമുക്ക് റിസൾട്ട് നോക്കാം. മറ്റെവിടെയൊക്കെ വന്നില്ലെങ്കിലും കേരളത്തിൽ എന്തായാലും അക്കൗണ്ട് തുറക്കാൻ വളരെ സാധ്യത കുറവ് തന്നെയാണെന്ന് പറയാം. 2 ദിവസം കൂടി നമുക്ക് വെയിറ്റ് ചെയ്ത് 2 ദിവസത്തിനുള്ളിൽ റിസൾട്ട് അറിയും. പക്ഷെ അതിനുള്ളിൽ ഈ ഒരു ഫലം ഇങ്ങനെ ആവട്ടെ, നമുക്കൊന്ന് ആശ്വസിക്കാമല്ലോ, വെറുതെ ആശ്വസിക്കാം. എന്താണെങ്കിലും നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങളും കമന്റുകളൊക്കെ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും ഞാനത് വെയിറ്റ് ചെയ്യുന്നു. അതുപോലെ എന്റെ വീഡിയോസ് ഇഷ്ടമാണ് നിങ്ങൾ ലൈക്ക് ചെയ്യണം. കമന്റ്സ് എന്തായാലും വേണം കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾ വോട്ട് ചെയ്ത ഓരോ വോട്ടർമാരും തീർച്ചയായിട്ടും അതിലൊരു കമന്റ് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഏത് രീതിയിലുള്ള കമന്റ് ആണെങ്കിലും ഞാൻ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്.